ഹായ് ഗൈസ് ഞാനൊരു സീരീസ് കണ്ടു. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? ഒരു കല്യാണ വീടെന്നൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആൻഡ് വൈബായിട്ടുള്ളൊരു മൂഡായിരിക്കും അല്ലേ? ഒരു കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ വളരെ സന്തോഷമായിട്ടുള്ളൊരു പുതിയ ഫേസാണ്. അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം എന്നൊക്കെ തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബ്രൈഡും ഗ്രൂമും ഒക്കെ അവരുടെ ഹാപ്പിയസ്റ്റ് ആയിട്ട് ചിലവഴിക്കുന്ന മൊമെൻറ്റുകളും അവർ വളരെ സ്വീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ലൈഫിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മൊമെന്റും ഒക്കെയാണല്ലേ. മൊത്തത്തിൽ കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ കളറായിട്ടുള്ള ഒരു പരിപാടിയാണ്, ഒരു വൈബാണ്, ഒരു ഹാപ്പിയാണ്, എല്ലാവർക്കും ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു മൊമെന്റാണ്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു കല്യാണം നടക്കുന്നതായിട്ട് ചിന്തിച്ചു വരെ, ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു കല്യാണം, ഒരു മൂഡി ആയിട്ടുള്ളൊരു കല്യാണം, ആർക്കും വലിയ സന്തോഷമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കല്യാണം നടക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. ബ്രൈഡിന് പേടിയാണ്, ഗ്രൂമിന് പേടിയാണ്, ഗ്രൂമിൻ്റെ ബന്ധുക്കൾക്ക് പേടിയാണ്. ആകെ സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നും അറിഞ്ഞുകൂടാതെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് യാതൊരു പിടിയില്ലാതെ ഈ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട് വന്നിരിക്കുന്ന അതിഥികൾക്ക് മാത്രമാണ്. കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നെങ്കിൽ ഈ ബ്രൈഡും ഈ ഗ്രൂമും വളരെ സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകും. അതല്ല എങ്കിൽ സംതിങ് വെരി ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അത് തന്നെയാണ് ഈ സീരീസിൻ്റെ പേരും, സംതിങ് വെരി ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ഹൊറർ സീരീസാണ്. നല്ല രസമുള്ളൊരു ഡാർക്ക് പടമാണ്. ഹൊറർ എന്ന് ഞാൻ പറയുമ്പോൾ ഇത് പ്രേതം, പിശാച് ആ ടൈപ്പ് സാധനമല്ല, കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു സാധനമാണ് പിടിച്ചേക്കുന്നത്. ഭയങ്കര രസമാണ് കണ്ടിരിക്കാനായിട്ട്. കുറച്ച് എപ്പിസോഡ്, 8 എപ്പിസോഡോ സംതിങ് ആവുക. ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരീസാണ്. നിക്കി റേച്ചലുമാണ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ്. എങ്കിൽ പോലും വേറെയും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാം കൂടെ വരുമ്പോഴാണ് സിനിമ ശരിക്കും നല്ല രസമുള്ളൊരു ഇതിലേക്ക് വരുന്നത്.